AIADMKയിൽ പുറത്താക്കൽ നാടകം ശശികലയെയും TTV ദിനകരനെയും വെങ്കടേഷിനെയും പുറത്താക്കിയതായി OPS വിഭാഗം. ശശികലയെ ജയിലിൽ ചെന്ന് സന്ദർശിക്കാനുള്ള തീരുമാനം മാറ്റി മുഖ്യമന്ത്രി പളനിസ്വാമിക്കെതിരെ വോട്ട് ചെയ്യുമെന്ന് മൈലാപ്പൂർ MLA നടരാജൻ വ്യക്തമാക്കി. വിവരങ്ങളുമായി M സന്തോഷ് ചേരുന്നുണ്ട്. സന്തോഷ്, ഇന്ന് തമിഴകം കണ്ട രാഷ്ട്രീയ നീക്കങ്ങൾ എന്തൊക്കെയായിരുന്നു? മനു, പളനിസ്വാമി സർക്കാർ നാളെ സഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാനിരിക്കെ ഇന്ന് നാടകീയമായ സംഭവ വികാസങ്ങൾ തന്നെയാണ് തമിഴ് രാഷ്ട്രീയത്തിൽ ഉണ്ടായത്. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, പനീർസെൽവം വിഭാഗം പാർട്ടിയുടെ ഔദ്യോഗിക പക്ഷമാണെന്ന അവകാശവാദം ഉന്നയിച്ച് പാർട്ടി പിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു എന്നുള്ളത് തന്നെയാണ്. ഇതിന്റെ ഭാഗമായിക്കൊണ്ടാണ് ശശികല വിഭാഗത്തിലെ പ്രമുഖ നേതാക്കളെ പുറത്താക്കുന്നതായി പാർട്ടി പനീർസെൽവം വിഭാഗത്തിന്റെ നേതാവ് മധുസൂദനൻ വ്യക്തമാക്കിയിട്ടുള്ളത്. ശശികലയെയും ദിനകരനെയും ഉൾപ്പെടെ പ്രമുഖരായ എല്ലാ നേതാക്കളെയും സത്യപ്രതിജ്ഞ ചെയ്ത മന്ത്രിമാരെയും AIADMKയിൽ നിന്ന് പുറത്താക്കിക്കൊണ്ടാണ് നേരത്തെ മധുസൂദനൻ പ്രസ്താവന നടത്തിയത്. അതേസമയം തന്നെ സംസ്ഥാനത്ത് ഉടനീളം പ്രചരണ പരിപാടികൾ സംഘടിപ്പിക്കാനും അണികളെ ഒപ്പം നിർത്താനുമുള്ള ശ്രമങ്ങളും പനീർസെൽവം വിഭാഗം ആരംഭിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ഒരു പര്യടനം നടത്തുന്ന കാര്യത്തെക്കുറിച്ചും പനീർസെൽവം ആലോചിക്കുന്നുണ്ട്. അത്തരത്തിൽ പനീർസെൽവം ക്യാമ്പ് പാർട്ടി പിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ തുടരവേ നാളെ സഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ ഉള്ള ശ്രമങ്ങളുമായാണ് പളനിസ്വാമി വിഭാഗം മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ പളനിസ്വാമിയെ പിന്തുണയ്ക്കുന്നവരെല്ലാം തന്നെ മഹാബലിപുരത്തെ റിസോർട്ടിലാണുള്ളത്. ഇന്ന് തന്നെ MLA മാരുമായി വൈകുന്നേരം പളനിസ്വാമി കൂടിക്കാഴ്ച നടത്തും, യോഗം ചേരും എന്നുള്ള കാര്യമാണ് അറിയാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ AIADMK MLA മാർക്ക് വിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. നാളെ എല്ലാവരും സഭയിൽ ഹാജരാകണമെന്നും മന്ത്രിസഭയ്ക്ക് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തണമെന്നാണ് വിപ്പിലുള്ളത്. കൂറുമാറ്റം ഒഴിവാക്കാനാണ് ഇത്തരത്തിൽ ഒരു വിപ്പ് ഇപ്പോൾ നൽകിയിട്ടുള്ളത്. അതേസമയം തന്നെ DMK-യുടെ നിർണായക യോഗവും ഇന്ന് ചേരുന്നുണ്ട്. സഭയിൽ എന്ത് നിലപാട് സ്വീകരിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് DMK വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കും എന്നുള്ള സൂചനകളും ലഭ്യമാകുന്നുണ്ട്. അതേസമയം കോൺഗ്രസിന് 8 അംഗങ്ങളുണ്ട്. എല്ലാ അംഗങ്ങളും നാളെ സഭയിൽ ഹാജരാകണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പാർട്ടി വിപ്പ് നൽകിയിട്ടുണ്ട്. മനു, ശരി, M സന്തോഷാണ് വിശദാംശങ്ങൾ നൽകിയത്.